ഇരട്ടെങ്കിലും അവിടെ വച്ചിട്ടാണ് പോകുന്നതെങ്കിൽ അതുൾപ്പെടെ കട്ടെടുത്തു കൊണ്ടുപോകുന്ന ഒരു സംസ്കാരത്തിലേക്ക് മാർക്സിസ്റ്റ് പാർട്ടി മാറിയതിനെ ചവിട്ടി പുറത്താക്കുവാനുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. എനിക്ക് പറയുവാനുള്ളത്, ഒരു 50-60 വർഷം ഈശ്വരൻ തന്നിരിക്കുന്ന ഒരു ആയുസ് ഈ ഭൂമിയിൽ ജീവിച്ചു പോകുമ്പോഴേക്കും നമുക്ക് ഈ പ്രപഞ്ചത്തിൽ നിന്നും ലഭിക്കാവുന്ന പരമാവധി സൗഭാഗ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ് ഒരു ഭരണകൂടത്തിന്റെ കടമ. പാർലമെന്റിന് പാർലമെന്റിന്റേതായ ഉത്തരവാദിത്വമുണ്ട്, നിയമസഭയ്ക്ക് അതിന്റേതായ ഉത്തരവാദിത്വം ഉള്ളപ്പോൾ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അതിന്റേതായ ഉത്തരവാദിത്വമുണ്ട്, അത് നിർവഹിക്കണം. ഒരു മനുഷ്യൻ ജനിച്ചു വീണാൽ നമ്മൾ ആദ്യം വാങ്ങാൻ പോകുന്ന ബർത്ത് സർട്ടിഫിക്കറ്റിന് മുതൽ അവൻ മരിച്ചു കഴിഞ്ഞാൽ വാങ്ങേണ്ട ഡെത്ത് സർട്ടിഫിക്കറ്റിന് വരെ ഇടപെടേണ്ട സ്ഥാപനമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം. അതായത് ഒരു വ്യക്തിയുടെ നിത്യജീവിതത്തിൽ ഓരോ നിമിഷവും ബന്ധപ്പെടുന്ന സ്ഥാപനമാണ് കോർപ്പറേഷൻ അല്ലെങ്കിൽ പഞ്ചായത്ത്. നമ്മൾ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ഒരു തെരുവുനായി നമ്മെ കടിക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വിളിക്കുന്നത് കൗൺസിലറെയാണ്. നമ്മുടെ വീടിന്റെ മുൻപിൽ മാലിന്യം കെട്ടിക്കിടന്നാൽ നമ്മൾ വിളിക്കുന്ന കൗൺസിലറെയാണ്. വെള്ളപ്പൊക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ കൗൺസിലറെയാണ് വിളിക്കുന്നത്. കുടിവെള്ള ക്ഷാമം ഉണ്ടായാൽ കൗൺസിലറെയാണ് വിളിക്കുന്നത്. ഒരു വീട് വയ്ക്കണമെങ്കിൽ അതിന്റെ പ്ലാൻ വരയ്ക്കാൻ വേണ്ടി, സാങ്ഷൻ വാങ്ങാൻ വേണ്ടി കൗൺസിലറെയാണ് വിളിക്കുന്നത്. ഒരു വീടിന്റെ കരമടയ്ക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൗൺസിലറെയാണ് വിളിക്കുന്നത്. ഇതൊക്കെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ നടക്കേണ്ട പ്രവർത്തനങ്ങളാണ്. അപ്പോൾ എണ്ണയിട്ട യന്ത്രം പോലെ അത്തരത്തിലുള്ള ഒരു സ്ഥാപനം പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ മനുഷ്യന്റെ ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ, സുഗമമായി മുന്നോട്ട് പോവുകയുള്ളൂ. ഞാനൊന്ന് ചോദിക്കട്ടെ, എന്നെ കേൾക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏതെങ്കിലും ഒരു സഖാക്കൾ ഈ പ്രദേശത്തുണ്ടെങ്കിൽ വിനയപുരസരം നിങ്ങളുടെ ഉൾപ്പെടെ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, കഴിഞ്ഞ 45 വർഷമായി മാർക്സിസ്റ്റ് പാർട്ടി ഏതു തരത്തിലാണ് സാധാരണക്കാരന്റെ പണം അടിച്ചു മാറ്റാമെന്നുള്ള ഗവേഷണമല്ലാതെ ഇവിടെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? മാർക്സിസ്റ്റ് പാർട്ടിയുടെ അപ്പുറത്തൊരു യോഗം കെട്ടുന്നുണ്ടല്ലോ, 4 കൊടിയും കെട്ടി കുറച്ചു പേര് ഇരിക്കുന്നുണ്ട്. എന്തിനാ സഖാക്കന്മാരെ, നിങ്ങൾക്ക് നാണമില്ലേ? നാണമില്ലേ നിങ്ങൾക്ക്? ഞാനിപ്പോ നമ്മുടെ കൗൺസിലർമാരോട് പറഞ്ഞത്, ജയിച്ചതിനകത്ത് നിന്ന് BJPയുടെ ഭരണമൊക്കെ വന്നു കഴിഞ്ഞാൽ ആദ്യം പരിശോധിക്കേണ്ട ആ കോർപ്പറേഷന്റെ പ്രമാണം അവിടെ ഉണ്ടാവുന്നുള്ളതാണ്. കാരണം ആര്യ രാജേന്ദ്രൻ കോഴിക്കോട് പോയപ്പോൾ അതിന്റെ പ്രമാണം ഉൾപ്പെടെ അടിച്ചുകൊണ്ടുപോയെന്നാണ് ചില സഖാക്കന്മാർ സ്വകാര്യമായി പറയുന്നത്. ഇത്രത്തോളം ഞാൻ ചോദിക്കട്ടെ, മനുഷ്യ ജന്മത്തിൽ പിറന്ന ആർക്കെങ്കിലും സാധിക്കുമോ? പല വേദികളിലും പത്രക്കാരോടൊക്കെ പറഞ്ഞതുകൊണ്ട് എനിക്ക് ആവർത്തിക്കാൻ താല്പര്യമില്ല. എങ്കിലും 48 മണിക്കൂറും കൂടെ ഉള്ളൂ ഇതൊക്കെ പറയാൻ വേണ്ടി, അതുകൊണ്ട് പറഞ്ഞേ നിർവാഹമുള്ളൂ. ഞങ്ങൾ 2020 ഡിസംബർ 22-ാം തീയതിയാണ് ഗിരിയും ഞാനും നന്ദനും സുമിയും ഒക്കെ അതിനകത്ത് ചെല്ലുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരുപാട് തെരഞ്ഞെടുപ്പിൽ ഞങ്ങളൊക്കെ മത്സരിച്ചിട്ടുണ്ട്, തോറ്റിട്ടേ ഉള്ളൂ. ആദ്യമായിട്ട് ജയിക്കുന്ന അതായതുകൊണ്ട് തന്നെ അതിന്റെ പടിയിൽ തൊട്ട് തൊഴുതുകൊണ്ടാണ് ഞങ്ങളൊക്കെ തന്നെ അകത്ത് കയറിയത്. ഞാൻ അകത്ത് കയറി സത്യപ്രതിജ്ഞയായിട്ട് ഇറങ്ങിയപ്പോൾ തന്നെ CPMന്റെ ഒരു ഉദ്യോഗസ്ഥൻ എന്നെ വന്ന് കണ്ടിട്ട് എന്റെ കയ്യിൽ പിടിച്ചിട്ട് വിരലിന്റെ അകത്ത് അദ്ദേഹത്തിന്റെ വിരലുകൊണ്ട് ഈ കൈയുടെ വെള്ളയിൽ ഇങ്ങനെ ഒന്ന് ചുരണ്ടി. അപ്പൊ എനിക്ക് മനസ്സിലായി എന്തോ പറയാനുണ്ടെന്ന്. ഞാൻ പതുക്കെ പുറകോട്ടി പറഞ്ഞു, സാറേ നിങ്ങളൊക്കെ വന്നത് സമാധാനമായി, ഇതിന്റെ അകത്ത് ഭയങ്കര അഴിമതിയാണ് നടക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, സഖാ ഒരു കാര്യം ചെയ്യും, എന്തെങ്കിലും കൊണ്ടൊക്കെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ആത്മാർത്ഥമായിട്ട് അദ്ദേഹത്തിന്റെ പണി നിർവഹിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് 2021 ഫെബ്രുവരി മാർച്ച് മാസത്തിൽ ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ദിവസം രാത്രി ഗിരിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു ഫയലുണ്ട് സാറിന്റെ ഒന്ന് കൊടുക്കണം, പഠിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ വായിച്ചപ്പോൾ ഞെട്ടിപ്പോയി. ഇത്ര കെട്ടുള്ള ഒരു ഫയലിന്റെ ഫോട്ടോ കോപ്പിയാണ് കൊണ്ടുപോകുന്നത്. ഞാനും ഗിരിയും 3-4 കൗൺസിലർമാരും കൂടെ ഇരുന്ന്, ഞാനന്ന് ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു, ഞങ്ങൾ പഠിച്ചു. പ്രിയപ്പെട്ടവരെ, അപ്പോഴാണ് മനസ്സിലാക്കുന്നത്, ഞാൻ എല്ലാ കൊല്ലവും ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോകുന്ന ആളാണ്. കാരണം ജയൻചേട്ടൻ ഞങ്ങളൊക്കെ തന്നെ പണ്ടാരടുപ്പിന്റെ അടുത്തു നിന്നാണ് തൊഴുന്നത്. അക്കൊല്ലം കോവിഡ് ആയതുകൊണ്ട് ആറ്റുകാൽ പൊങ്കാല നടന്നില്ല. നമ്മൾ പലപ്പോഴും പറഞ്ഞുകൊണ്ട് ഞാൻ ആവർത്തിക്കില്ല. പക്ഷേ എന്റെ കയ്യിൽ കിട്ടിയ കടലാസിൽ എഴുതിയിരിക്കുന്നു, മണ്ണന്തല വരെ പൊങ്കാല ഇട്ടു എന്ന്. അതിന്റെ ചപ്പു ചോറ് മാറ്റിയിൽ 4,60,000 രൂപ എഴുതിയെടുത്തിരിക്കുക. അതിൽ തൊട്ട് താഴെയുള്ള ബില്ല് ഞാൻ നോക്കി. അപ്പോ ബറോട്ടയും ഇറച്ചിയും വാങ്ങി കൊടുത്തിരിക്കുന്നു, അത് മാറ്റാമെന്ന തൊഴിലാളികൾക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു, അത് കൗതുകമാണല്ലോ. ബില്ലെടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ പോയി ഒന്ന് പരിശോധിക്കണം. 2 യുവമോർച്ചക്കാരെ വിട്ടിട്ട് ഈ ബില്ലും കൊടുത്ത് വിട്ടപ്പോഴേക്കും മലമുകളിലെ ഒരു 1.5 വർഷം മുമ്പ് അടച്ചുപൂട്ടിയ ഒരു കടയുടെ കള്ള വൗച്ചറാ വെച്ചിരിക്കുന്നത്. 3 മാസം സത്യപ്രതിജ്ഞ കയറിയിട്ട് ഈ ആര്യ രാജേന്ദ്രന്റെ 3-ാമത്തെ മാസം ആദ്യത്തെ അഴിമതി ആറ്റുകാലമ്മയുടെ നെഞ്ചത്ത് തന്നെ കയറിക്കൊണ്ട് കാണിക്കാൻ തോന്നിയെങ്കിൽ നിങ്ങൾ എന്ത് കമ്മ്യൂണിസമാ 45 കൊല്ലം കൊണ്ട് ഇവിടെ ഉണ്ടാക്കുന്നതെന്ന് പറയാൻ വേണ്ടി തയ്യാറാകണമെന്നാണ്. അത് പറയുവാൻ വേണ്ടിയാണ് പ്രിയപ്പെട്ട വന്നിട്ടുള്ളത്. ഞങ്ങളങ്ങ് തുടങ്ങി. BJP അന്ന് ആരംഭിച്ചു, ഞങ്ങളൊരു പ്രതിജ്ഞ എടുത്തു, ഈ ഭരണസമിതി അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇവിടെ നിന്ന് കെട്ടിക്കാതെ ഞങ്ങൾക്ക് ഉറക്കമില്ല എന്ന് ഞങ്ങൾ പ്രതിജ്ഞ എടുത്തതിന്റെ 48 മണിക്കൂറാണ് പ്രിയപ്പെട്ടവരെ വരാൻ പോകുന്നത്. ഞാൻ ചോദിക്കട്ടെ, അവിടെ നിന്ന് അങ്ങോട്ട് 5 വർഷവും അഴിമതിയുടെ ആറാട്ടായിരുന്നില്ലേ തിരുവനന്തപുരം കോർപ്പറേഷനിൽ? അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോ എന്റെ പൂജപ്പുര വാർഡിൽ നിന്ന് റിട്ടയർഡ് VSSയുടെ എഞ്ചിനീയർ വന്നിട്ട് പറഞ്ഞു, രാജേഷേ, ഒരു കരം തീർത്ത രസീത് കാണിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഏപ്രിൽ മാസം 1-ാം തീയതി അവധിയായിരിക്കും, 2-ാം തീയതി 3-ാം തീയതി വർക്കിംഗ് ഡേ ആണെങ്കിൽ കരമടയ്ക്കുന്ന ആളാ. അവർക്ക് കൃത്യമായിട്ട് പെൻഷൻ വാങ്ങുന്ന ആൾക്കാരാ.
അവരെല്ലാ പേപ്പറും പക്കയാക്കി വെക്കും. ഞാൻ കഴിഞ്ഞ കൊല്ലം കരം അടച്ചു, ഇക്കൊല്ലം വന്നപ്പോൾ എന്റെ കരം അവിടെ കാണാനില്ല. ഞാൻ ചോദിച്ചു എങ്ങനെ അടച്ച കരം കാണാനില്ല, അത് മാഞ്ഞു പോകും. അപ്പൊ അദ്ദേഹം പറഞ്ഞു കാണാനില്ല. ഞാൻ പറഞ്ഞു സാറാ സൂപ്പർ തരുക. സൂപ്പറിനെ കണ്ടു. സൂപ്പറിനോട് പറഞ്ഞു സാർ അതെന്തോ മിസ്റ്റേക്ക് വന്നു. ഞാൻ പറഞ്ഞു അടച്ച കരം കാണാതിരിക്കാൻ മിസ്റ്റേക്ക്, പിന്നെ എനിക്കും തിരക്കാൻ, ഞങ്ങൾ അതങ്ങ് വിട്ടു. 2-3 മാസം കഴിഞ്ഞപ്പോഴേക്കും സുമിയുടെ വാർഡിൽ നിന്നും അർച്ചന മണികണ്ഠന്റെ വാർഡിൽ നിന്നും ഗായത്രിയുടെ വാർഡിൽ നിന്നും ഒക്കെ വരികയാ. വീട്ടുകാരം അടച്ചത് കാണാനില്ല. പ്രിയപ്പെട്ടവരെ ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മളൊക്കെ അടയ്ക്കുന്ന വീട്ടുകാരം കാണാനില്ല. ഞാൻ അന്വേഷിച്ചു, അതും അന്വേഷിച്ചു. അപ്പോഴാണ് അറിയുന്നത് നമ്മുടെ വീട്ടിൽ വന്ന് ബിൽ കളക്ടർമാരുണ്ടല്ലോ, കുറെ ആൾക്കാർ BC എന്ന് പറയും കോർപ്പറേഷന്റെ ഭാഷയിൽ. ഈ ബിൽ കളക്ടർമാർ നമ്മുടെ വീട്ടിൽ നിന്ന് വന്ന് പണം വാങ്ങിയിട്ട് അവർ റെസിപ്റ്റ് തരും. ആ റെസിപ്റ്റ് വ്യാജ റെസിപ്റ്റാ. ഒരു കോർപ്പറേഷന്റെ റെസിപ്റ്റ് വ്യാജ റെസിപ്റ്റ് അടിച്ചു കൊടുത്തിട്ട് നമ്മൾ വീട്ടിൽ നിന്നും കൊടുക്കുന്ന കരം പോക്കറ്റിലിട്ട് കൊണ്ടുപോകുന്നു. ആരാ ഈ ബിൽ കളക്ടർമാർ? മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ, പാർട്ടി പണിയെടുക്കുന്നവരെ താൽക്കാലിക ജീവനക്കാരായിട്ട് വെച്ചിട്ടാണ് ബിൽ കളക്ടർമാരായിട്ട് നിയോഗിക്കുന്നത്. നമ്മൾ കൗണ്ടറിൽ ചെന്ന് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ 4 തട്ടും തട്ടിയിട്ട് വ്യാജ റെസിപ്റ്റ് അടിച്ചു തരും. എന്നിട്ട് ഈ വീട്ടുകാരെ അവർ തട്ടിക്കും. ആ പരാതികൾ കൂടിയപ്പോഴേക്കും അടുത്തു നടന്ന കോർപ്പറേഷൻ കൗൺസിലർ MR ഗോപൻ, കൗൺസിൽ പാർട്ടി ലീഡർ, പറഞ്ഞു ഈ വിഷയം ചർച്ച ചെയ്യണം. ആര്യ രാജേന്ദ്രന് മൈക്ക് കൊടുത്തില്ല. ഞങ്ങൾ ബഹിഷ്കരിച്ച് പുറത്തിറങ്ങിയിട്ട് ഞങ്ങൾ ഒരുമിച്ചൊന്ന് കൂടി. BJP കൗൺസിൽ പാർട്ടി റൂമിൽ കൂടി ഈ വിഷയം ചർച്ച ചെയ്തു. ഞാൻ അഭിനന്ദിച്ചുകൊണ്ട് അഭിമാനത്തോടെ നെഞ്ചോട് ചേർത്തുകൊണ്ട് പറയട്ടെ, ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ചിരുന്ന 35 കൗൺസിലർമാർ, P. അശോക് കുമാർ സാർ ഉൾപ്പെടെ പറഞ്ഞു പാർട്ടി എന്ത് തീരുമാനമെടുത്താലും ഞങ്ങൾ തയ്യാറാണ്. പ്രിയപ്പെട്ടവരെ, ഞങ്ങളന്ന് തീരുമാനമെടുത്തു. ഒരു 5-6 മണിയാവും അന്ന് തീരുമാനമെടുത്തു. ഇനി ഈ വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാകാതെ ഈ കൗൺസിൽ ഹാൾ വിട്ടുപോകുന്ന പ്രശ്നമേ ഒന്നിക്കുന്നില്ല. ഞാൻ പറയുന്നു, സുമി ബാലു മകളും ഭർത്താവും വീട്ടിലുണ്ട്. അതുപോലെ തന്നെ ഗിരികുമാർ, ഒരുപാട് കാര്യങ്ങളുണ്ട് കോടതിയുമായിട്ട് ബന്ധപ്പെട്ട് പാർട്ടി പ്രവർത്തനം. നന്ദഭാർഗവൻ, 10-20 വനിതകൾ, പ്രായമായവരുണ്ട്. അശോക് കുമാർ സാറിന്റെ കാലിൽ നീരാണ്. എല്ലാവരും കൂടെ നമുക്ക് ഇവിടെ ഇരിക്കാം. ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ അനിശ്ചിതകാല സമരം തുടങ്ങുന്നു. ആ അനിശ്ചിതകാല സമരം 20 ദിവസം നീണ്ടുപോയി. നിങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി. 20ാമത്തെ ദിവസവും പ്രതികരിച്ചില്ല. 21ാമത്തെ ദിവസം ഞങ്ങൾ ഉപവാസത്തിലേക്ക് പോയി. മനസ്സിലാക്കണം, വനിതകൾ ഉൾപ്പെടെ നിരവധി ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഉൾപ്പെടെ എല്ലാവരും നിരാഹാരത്തിലേക്ക് പോയി. നിരാഹാരം കിടക്കുന്നു. രാത്രി 12-1 മണിയായപ്പോഴേക്കും ജാനകി ടീച്ചർ ഒമിറ്റ് ചെയ്യുകയാ. കാരണം 60-65 വയസ്സായി. ജീവിതത്തിൽ ആദ്യമാണ് ഇത്രയും സമയം ഭക്ഷണം കഴിക്കാതിരിക്കുന്നത്. ഞാൻ രാത്രി ഒരു 3 മണിക്ക് അവിടെ ഒന്ന് എഴുന്നേറ്റ് നോക്കിയപ്പോഴേക്കും മധുചേട്ടൻ ജാനകി അമ്മാളെ പിടിച്ചുകൊണ്ട് നിൽക്കുക. ജാനകി അമ്മാളെ ഒമിറ്റ് ചെയ്യുകയാ നമ്മുടെ ഫോർട്ട് കൗൺസിലർ. അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടായി. നിങ്ങൾ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. രാത്രി പെൺകുട്ടികൾ ഉറങ്ങുമായിരുന്നില്ല. പലപ്പോഴും ഞാൻ എഴുന്നേറ്റ് ചോദിച്ചപ്പോഴേക്കും സുമിയും മഞ്ജുവും ഒക്കെ ഉൾപ്പെടെയുള്ളവർ പറയുകയാണ്, ഉറങ്ങിക്കഴിഞ്ഞാൽ കാലിൽ എലി കടിക്കുമെന്ന്. എലി ഓടുകയാണ് കോർപ്പറേഷൻ ഓഫീസിൽ നിന്നും. അതിന്റെ ഞാൻ പറയട്ടെ, 30 ദിവസം ന്യൂസ് പേപ്പർ തറയിൽ വിരിച്ചുകൊണ്ട് പബ്ലിക് എല്ലാവരും ഉപയോഗിക്കുന്ന ടോയ്ലറ്റിൽ അത് ഉപയോഗിച്ചുകൊണ്ട് അവിടെ നിന്ന് കുളിച്ചുകൊണ്ട് അവിടെ 9 ദിവസം ഉപവാസം കിടന്നുകൊണ്ട് തിരുവനന്തപുരത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി BJP കൗൺസിലർമാർ സമരം ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ശാന്തി എന്ന് പറയുന്ന നേമം സോണൽ ഓഫീസ് സൂപ്രണ്ടിനെ അറസ്റ്റ് ചെയ്യുന്നു. 38 ലക്ഷം രൂപ വീട്ടുകരം തട്ടിച്ചെടുത്തതിൽ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തതിനു ശേഷമാണ് ആ സമരം അവസാനിപ്പിച്ചത്. ഇതൊക്കെ നടന്ന സംഭവങ്ങളാ. ഏതെങ്കിലും ഒരു CPM-ന്റെ നേതാവ് ഇല്ല എന്ന് പറയട്ടെ? അത് കഴിഞ്ഞപ്പോഴല്ലേ ആര്യ രാജേന്ദ്രൻ കത്തെഴുതി ആനാവൂർ നാഗപ്പൻ, സഖാവേ ഇവിടെ ഈ വീഡിയോ ഉണ്ടോ സഖാവേ, ഒരു തീപ്പെട്ടി എടുക്കാനെന്ന് പണ്ട് ലാൽസലാം സിനിമയിൽ ചോദിച്ചതുപോലെ വേക്കൻസി ഉണ്ട് സഖാവേ, ആളിനെ തരാനുണ്ടോ എന്ന് ആര്യ രാജേന്ദ്രൻ ചോദിച്ചത്. എന്തിനാ കൊടുക്കുന്നത്? നമുക്കറിയാം, ഈ വേറെ ഒരു ജോലിയും കൂലി ഇല്ലാതെയൊക്കെ തന്നെ ചില സഖാക്കന്മാർ നടക്കുന്നുണ്ട്. അവർക്ക് ജോലി കൊടുക്കും. എന്താ ഇവരുടെ ജോലി? ഇവരുടെ താൽക്കാലിക ജീവനക്കാരായിട്ട് ഇവരുടെ ജോലിയാണ് പുല്ല് ചെത്തുക, നായ പിടിക്കുക, വൃത്തിയാക്കുക, നഗരം വൃത്തിയാക്കുക. ഇവരാരും പോകൂല. 11 മണിക്ക് ഇടത്തെ കൈകൊണ്ട് ഒപ്പിടും. എന്നിട്ട് പാർട്ടി പ്രവർത്തനത്തിന് പോകും. ഞാൻ ചോദിക്കട്ടെ, ഈ നഗരം വൃത്തിയാവാത്തത് അതുകൊണ്ടല്ലേ? ഈ നഗരത്തെ തെരുവ് നായ്ക്കളെ പിടിക്കാൻ പറ്റാത്തത് അതുകൊണ്ടല്ലേ? ഇങ്ങനെ ഒരു കോർപ്പറേഷൻ ആണോ നമുക്ക് വേണ്ടത്? അതിൽ ഞങ്ങൾ 56 ദിവസം സമരം ചെയ്തു. 56 ദിവസം ഞങ്ങൾ അതിൽ സമരം ചെയ്തു. രാജീവ് ചന്ദ്രശേഖർജി ഇന്നലെ ഒരുപാട് അഴിമതിയുടെ കഥകൾ വിവരാവകാശ നിയമം അനുസരിച്ച് എടുത്തിട്ട് അദ്ദേഹം ഇന്നലെ മുതൽ പറഞ്ഞപ്പോഴേക്ക് CPM-ന്റെ നേതാക്കന്മാർക്ക് വിറളി കൊണ്ട് നടക്കുക. ഒരു രക്ഷയുമില്ല. നിങ്ങളുടെ ഭരണത്തിന്റെ അവസാന നാളുകൾ ആരംഭിച്ചു എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ള പ്രിയപ്പെട്ടവരെ. ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത അഴിമതി കഥകൾ. മറ്റൊന്ന്, ഇന്നിപ്പോ രാജേട്ടൻ പറഞ്ഞത് ഒരു കണക്കുണ്ട്. 2.5 കോടി രൂപ തെരുവുനായെ വന്ധ്യംകരിക്കാൻ വേണ്ടി 2.5 കോടി രൂപ ചെലവാക്കിയിരിക്കുന്നു. 8500 തെരുവുനായ്ക്കളെ വന്ധ്യംകരിച്ചു എന്നാണ് പറയുന്നത്. ഇപ്പൊ തിരുവനന്തപുരത്ത് ഏകദേശം 10,000 തെരുവുനായ്ക്കളുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ വന്ധ്യംകരണം എന്നുള്ളതിന്റെ അർത്ഥം ഇരട്ടി പ്രസവിക്കുമെന്നാണോ? പറയണം, CPM പറയണം.
ശിവൻകുട്ടി മന്ത്രിയായിരുന്നപ്പോഴാണ് വന്ധ്യംകരണം ആരംഭിച്ചത്. ശിവൻകുട്ടി വന്ധ്യംകരിച്ചു. എന്താ ചന്ദ്ര ചെയ്തു, ചന്ദ്രിക ചെയ്തു, ശ്രീകുമാർ ചെയ്തു, പ്രശാന്ത് ചെയ്തു, ആര്യ രാജേന്ദ്രൻ ചെയ്തു, എല്ലാവരും ചെയ്തു. ഞാൻ പൂജപ്പുരയിൽ നിന്ന് ജയിച്ചു പോയിട്ട് എനിക്ക് ആദ്യത്തെ ദിവസം കോൾ വരുന്നത് പൂജപ്പുര രവിചേട്ടന്റെ നമ്മുടെ സിനിമയാണ്. അദ്ദേഹം വിളിച്ചിട്ട് രാജേഷേ ഒരു രക്ഷയില്ല, എന്റെ വീട്ടിൽ ഇപ്പൊ കുട്ടികളെ പട്ടിയടിക്കുന്ന കാണാൻ വയ്യ. ഞാനവിടെ ചെന്നിട്ട് തെരുവ് നായ്ക്കളെ കുറിച്ച് അന്വേഷിച്ചു. അപ്പൊ പറഞ്ഞു ഇതിനെ പിടിച്ചോണ്ട് വന്ധ്യംകരിക്കും. ഞാൻ ചോദിച്ചു അതിന് എന്താ അടയാളം? അപ്പൊ പറഞ്ഞു ചെവി ഇങ്ങനെ വി അടയാളത്തിൽ മാർക്ക് ചെയ്യും. ഞാൻ പിറ്റേ ദിവസം അവിടെ കാറിൽ പോയപ്പോഴേക്കും ഒരു നായി ചെവി ഇങ്ങനെ വി അടയാളത്തിൽ മാർക്ക് ചെയ്യും. ഒരു വെള്ളപ്പട്ടി, കറുത്ത ഒരു വരയുണ്ട് പട്ടി. ഞാൻ പട്ടി നോട്ട് ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഞെട്ടിപ്പോയി. 3 മാസം കഴിഞ്ഞ് പോയപ്പോ ഈ വി അടയാളം ഉള്ള പട്ടി ഒരു 3 കുട്ടികളെയും കൊണ്ട് നടക്കുക. അപ്പൊ ചോദിച്ചപ്പോഴാണ് പറയുന്നത് വന്ധ്യംകരിക്കുന്നതിന് മുമ്പ് 3 പ്രസവിച്ചെങ്കിൽ അതിനുശേഷം 13 പ്രസവിക്കുന്ന ഒരവസ്ഥയിലേക്ക് നായ വന്ധ്യംകരിക്കുന്നതിൽ പോലും അഴിമതി നടത്തുന്ന ഒരു പാർട്ടിക്ക് ഇനിയും 1 മണിക്കൂർ പോലും ഈ കോർപ്പറേഷന്റെ ഭരണം തുടരുവാൻ വേണ്ടി അർഹതയില്ല എന്ന് പറയുവാൻ വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ പൊതുയോഗം നടത്തിയിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, എന്നെ കേൾക്കുന്ന CPM-ന്റെ പ്രിയപ്പെട്ട സഖാക്കന്മാർ തന്നെ പറയല്ലേ, ആര്യ രാജ്യത്തിനും അഴിമതി സംഘവും എത്രയും പെട്ടെന്ന് പുറത്തു പോകണമെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്നില്ലേ? ഞാൻ ചോദിക്കട്ടെ, മനുഷ്യന് സാധിക്കുമോ? നായ വന്ധ്യംകരിക്കുന്നതിൽ അഴിമതി, നായുടെ ശാപം പോലും വാങ്ങിച്ച് കൂട്ടുന്ന ഒരു കൂട്ടാൻ, ആറ്റുകാൽ അമ്മയുടെ പേരിൽ അഴിമതി, കൊതുകിനെ പിടിക്കുന്നതിന്റെ പേരിൽ അഴിമതി, അതുപോലെ തന്നെ പട്ടികജാതിക്കാർക്ക് കിട്ടേണ്ട ഫണ്ട് വെട്ടിക്കുന്നതിൽ അഴിമതി, വീട്ടുകാരൻ തട്ടിയെടുക്കുന്ന പാവപ്പെട്ട കിടപ്പ് രോഗികൾ, കട്ടിലില്ലാതെ തറയിൽ കിടക്കുന്നത് ഏറ്റവും പാവപ്പെട്ടവരല്ലേ, അവർക്ക് കട്ടിൽ കൊടുക്കുന്ന അഴിമതി, ആഞ്ഞിലിയുടെയും ഈട്ടിയുടെയും പണമായി എഴുതി വാങ്ങുന്നത്, എന്നിട്ട് കൊടുക്കുന്ന മുക്കമ്പാലയുടെ തടിയ. 3 മാസം കഴിയുമ്പോൾ ഉളുത്തുപോകും. ഈ രോഗി 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ട് മാറുമ്പോഴേക്കും തിരിയുമ്പോഴേക്കും കട്ടിലോടി, പിന്നെ കട്ടിലൊരു മൂല കിടക്കും, രോഗി വേറെ മൂല കിടക്കും. ഇതാവസ്ഥ തിരുവനന്തപുരത്തെ കോർപ്പറേഷന്റെ അവസ്ഥ. പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇങ്ങനെ അഴിമതിയുടെ ആറാട്ട് നടക്കുന്ന ഒരു കോർപ്പറേഷൻ ഭരണത്തെ എത്രയും പെട്ടെന്ന് പുറത്താക്കുവാൻ വേണ്ടിയിട്ടുള്ള ധർമ്മയുദ്ധമാണ് ഇവിടെ നടക്കുന്നത്. ഇനി ഞാനൊന്ന് പറയട്ടെ, ഈ കോർപ്പറേഷനിൽ ഒരു ചെറിയ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ തന്നെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു, ഈ മാറ്റം വരുത്തുവാൻ വേണ്ടി കേരളത്തിൽ നേതൃത്വം കൊടുക്കാൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി ഉണ്ട്. ഈ മാറ്റങ്ങൾക്ക് ദേശീയ തലത്തിൽ തന്നെ ഭാരതത്തിന്റെ മാറ്റത്തിന് വേണ്ടി ചുക്കാൻ പിടിക്കുന്ന നരേന്ദ്രമോദി ഉണ്ട്. എന്തൊക്കെയാ BJP മുന്നോട്ട് വയ്ക്കുന്നത്? എന്നെ കേൾക്കുന്ന BJP-യുമായി ബന്ധപ്പെട്ട പ്രവർത്തകർക്കും പൊതുസമൂഹത്തോട് താല്പര്യമുള്ള ആരും തന്നെ ഈ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെ സാക്ഷി നിർത്തി ഞാൻ പറയട്ടെ, ഞങ്ങൾ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞ് ഞങ്ങൾക്ക് പരമാവധി വോട്ട് സമാഹരിച്ചു തരണം. നമ്പർ 1, BJP-യുടെ നേതൃത്വത്തിൽ NDA-യുടെ നേതൃത്വത്തിൽ ഒരു ഭരണസമിതി വന്നാൽ 1 വർഷത്തിനകം തിരുവനന്തപുരത്തെ മുഴുവൻ തെരുവുനായ്ക്കളെയും ഞങ്ങൾ ഷെൽട്ടറിൽ അടച്ചുകൊണ്ട് തെരുവുനായ് ശല്യം പരിഹരിക്കുമെന്ന് ഞങ്ങൾ വാക്ക് തരികയാണ്. ഞങ്ങൾ നിങ്ങൾക്ക് വാക്ക് തരുന്നു, 1 വർഷം കൊണ്ട് തിരുവനന്തപുരത്തെ മാലിന്യ പ്രശ്നം ശാസ്ത്രീയമായി പരിഹരിക്കുമെന്ന് നിങ്ങൾ മുഴുവനും പേർക്ക് തിരുവനന്തപുരത്തിന്റെ ജനാധിപത്യ കേരളത്തിൽ ഞങ്ങൾ വാക്ക് തരികയാണ്. 1 വർഷം കൊണ്ട് തിരുവനന്തപുരം നഗരത്തിലെ വെള്ളപ്പൊക്കം ശാശ്വതമായി ശാസ്ത്രീയ മാർഗങ്ങളിലൂടെ പരിഹരിക്കുമെന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വാക്ക് തരികയാണ്. പ്രിയപ്പെട്ടവരെ, ഇതുമായിട്ട് തുടർന്ന് നിരവധി പ്രശ്നങ്ങൾ ഞങ്ങൾ പരിഹരിക്കുന്നുണ്ടോ? എല്ലാ സാമ്പത്തിക ഇടപാടുകളും ഓൺലൈനിലേക്കാകുന്നു. നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്നോ അക്കൗണ്ടിൽ നിന്നോ കോർപ്പറേഷനിലേക്ക് പണം അടയ്ക്കുക. പണം നമ്മളും കൈകൊണ്ട് തൊടുന്നില്ല, ഉദ്യോഗസ്ഥരും തൊടുന്നില്ല, അഴിമതി നടക്കുകയില്ല. എല്ലാത്തിനും തെളിവുകളുണ്ട്. ഞങ്ങൾ അതിലേക്ക് വരാൻ പോവുകയാ. മറ്റൊന്ന്, തിരുവനന്തപുരത്തിന്റെ സാമ്പത്തിക ഘടന തന്നെ മാറാൻ പോകുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ വിഴിഞ്ഞം, മുംബൈ എന്നൊരൊറ്റ പോർട്ട് വന്നതുകൊണ്ടാണ് മഹാരാഷ്ട്ര ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായി മാറിയത് എങ്കിൽ വിഴിഞ്ഞം തുറമുഖം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ അനന്തമായ സാധ്യതകൾ തുറന്നിട്ട് കഴിഞ്ഞാൽ യാതൊരു സംശയവും വേണ്ട, തെക്കേ ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായിട്ട് തിരുവനന്തപുരം മാറുമെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് 1 തവണ ഭരണം തരണമെന്ന് ഞങ്ങൾ പറയുന്നത്. ഈ മാലിന്യം നിറഞ്ഞു കിടക്കുന്ന, പട്ടി കടിക്കുന്ന, വെള്ളം ഒഴുകുന്ന ഈ നഗരത്തിലേക്ക് ആരും പണം മുടക്കാൻ വരികയില്ല. IT രാജീവ് ചന്ദ്രശേഖർജിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തെ IT മേഖലയിൽ ഒരു വികസന സ്വപ്നം പടർന്നു കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട, ഹൈദരാബാദിനേക്കാളും ബാംഗ്ലൂരിനേക്കാളും 1ാം സ്ഥാനത്ത് തിരുവനന്തപുരത്തെ IT മേഖലയ്ക്ക് ഇരിക്കാൻ സാധിക്കും. നമ്മുടെ സ്പിരിച്വൽ ടൂറിസം, നമ്മുടെ മെഡിക്കൽ ടൂറിസം, ഇതൊക്കെ തന്നെ ഒന്ന് വികസിച്ചു കഴിഞ്ഞാൽ ഈ ഘടകങ്ങളിലൂടെയൊക്കെ തന്നെ വരുന്ന പണം തിരുവനന്തപുരത്തിന്റെ സമ്പദ്ഘടനയിലേക്ക് ഒഴുകിയിറങ്ങും. ഇവിടത്തെ ഓട്ടോറിക്ഷ തൊഴിലാളിക്ക് ജോലി കിട്ടും, ഇവിടത്തെ തൂപ്പ് ജോലി ചെയ്യുന്നവർക്ക് ജോലി കിട്ടും, പെട്രോൾ പമ്പുകൾ പ്രവർത്തിക്കും, മെഡിക്കൽ സ്റ്റോറുകൾ പ്രവർത്തിക്കും, ഹോട്ടലുകൾ പ്രവർത്തിക്കും, ആശുപത്രികൾ പ്രവർത്തിക്കും. ഇവിടെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും തൊഴിൽ കിട്ടും, കൈ നിറയെ പണം കിട്ടും. യാതൊരു സംശയവും വേണ്ട, തൊഴിലവസരങ്ങൾ കിട്ടും. ഇതൊക്കെ തന്നെ ചെയ്ത് മാതൃകയാക്കിയ ഒരു പാർട്ടിയാണ് പറയുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മളെ കാത്തിരിക്കുന്നത്
തിരുവനന്തപുരത്തെ കാത്തിരിക്കുന്നത്, കേരളത്തെ കാത്തിരിക്കുന്നത് ഈ രാജ്യത്തെ ഏറ്റവും മികച്ച 3 നഗരങ്ങളിൽ ഒരു നഗരത്തിൽ ജീവിക്കാമെന്നുള്ള ഒരു ആഗ്രഹമാണ്, ഒരു സാധ്യതയാണ്. ഞാൻ ചോദിക്കുന്നു, എന്നെ കേൾക്കുന്ന CPM-ന്റെയും കോൺഗ്രസിന്റെയും ഉൾപ്പെടെ പ്രവർത്തകരോട് ഞാൻ ചോദിക്കുന്നു, പ്രിയപ്പെട്ടവരെ, ആ സാധ്യത പ്രയോജനപ്പെടുത്തുകയല്ലേ ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ ചെയ്യേണ്ടത്? കോൺഗ്രസിനെ കുറിച്ചുകൂടി ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒന്നാമതേ ദുർബല, അതിന്റെ കൂടെ ഗർഭിണി എന്ന് പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. ഇപ്പോ ചില 1-2 കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞു, വീടുകളിൽ ചെന്ന് കയറുമ്പോഴേക്കും വോട്ട് ചോദിക്കാൻ വലതുകാൽ വയ്ക്കുമ്പോൾ തന്നെ അവിടെ TV-യിൽ കാണുന്നത് രാഹുൽ മാങ്കൂട്ടം എവിടെ ഒളിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾ വെറുതെ വന്ന ഒരു സൗഹൃദ സംഭാഷണത്തിന് വന്നതാ എന്ന് പറഞ്ഞിട്ട് അഭ്യർത്ഥന മടക്കി തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥയിലേക്കാണ്. ആ പാർട്ടിയോട് ഞാൻ ചോദിക്കുക, നിങ്ങൾക്ക് 42 കൗൺസിലർമാർ തന്ന വർഷങ്ങൾ ഉണ്ടായിരുന്നല്ലോ. മുൻ MLA MA വാഹിദ് കഴക്കൂട്ടത്ത് പ്രതിപക്ഷ നേതാവായിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നല്ലോ. ആ കാലഘട്ടത്തിൽ നിങ്ങൾ കയ്യും കെട്ടി കിടന്നുറങ്ങി. അതുകൊണ്ടാണ് നിങ്ങളെ ജനങ്ങൾ മൂക്കിലാക്കി ഇരുത്തിയത്. ഇനി 8-നെ 51 വന്നിരിക്കുക. 6 ആവാതിരുന്ന നിങ്ങളുടെ ഭാഗ്യം, 8 ആവാതിരുന്ന നിങ്ങളുടെ ഭാഗ്യം. ഒരു സംശയവും വേണ്ട. കഴിഞ്ഞ 5 കൊല്ലം ഞങ്ങൾക്ക്, ഞാൻ എല്ലാ കാര്യങ്ങളും പുറത്തു പറയാൻ പറ്റില്ല, കാരണം ഇപ്പൊ ഗിരിക്കൊക്കെ അറിയാം, CPM-ന്റെ ജയിച്ചു വന്ന കൗൺസിലർമാർ അവിടെ വന്നിട്ട് 2 മുദ്രാവാക്യം വിളിച്ചിട്ട് എടോ എന്ന് വിളിക്കുമ്പോഴേക്ക് കോൺഗ്രസ്സുകാരൊക്കെ തന്നെ അപ്പുറത്തെ വാതിൽ കൂടെ ജനലിൽ കൂടെ ഇറങ്ങി പോകുന്നത് ഞങ്ങൾ കണ്ടുകൊണ്ട് നിന്നിട്ടുണ്ട്. അവിടെ ചങ്കുറപ്പോടെ BJP-യുടെ 35 കൗൺസിലർമാർ സമരം ചെയ്യുവാനുള്ളത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഇന്ന് ഇവിടെ മത്സരിക്കാനെങ്കിലും സാധിക്കുന്നത്. 3000 ക്രിമിനൽ കേസാണ് ഈ പെൺകുട്ടികളുടെയൊക്കെ പേരിലുള്ളത്. ഞങ്ങളുടെ കൗൺസിലർമാരുടെ പേരിൽ 3000 ക്രിമിനൽ കേസാ. ഈ കൗൺസിൽ ഇലക്ഷനൊക്കെ ഇന്ന് കഴിയും. ഞങ്ങളൊക്കെ തന്നെ 10-20 വർഷം കോടതിയിൽ കേസ് പറയേണ്ടവരാ. ഞങ്ങളുടെയൊക്കെ പേരുള്ള കേസുകൾ 20 വർഷം വരെ നീണ്ടു നിൽക്കും. എന്റെ പേരിൽ 94 കേസ് ഇപ്പോഴും നീണ്ടു നിൽക്കും. ഈ കേസൊക്കെ ഞങ്ങൾ എടുത്തു വെച്ച ഒരു അലങ്കാരത്തിനല്ല, തിരുവനന്തപുരത്ത് കേരളത്തിലൊരു ജനാധിപത്യ മാറ്റം വരുത്തുവാൻ വേണ്ടിയാ, ജനഹൃദയങ്ങളിൽ ഇടം നേടാൻ വേണ്ടിയാ. അത് നേടിക്കഴിഞ്ഞു. എന്നിട്ട് എല്ലാം കഴിഞ്ഞപ്പോ പഴം പറിക്കാൻ വേണ്ടി ഇനി വരികയാ കോൺഗ്രസ്സുകാർ. യാതൊരു സംശയവും വേണ്ട. ജനങ്ങൾ ശക്തമായിട്ട് നിങ്ങൾക്ക് തിരിച്ചടി തരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. പ്രിയപ്പെട്ടവരെ, ഒരേ ഒരു വഴി, അത് നരേന്ദ്രമോദിയുടെ വഴി, അത് രാജീവ് ചന്ദ്രശേഖരന്റെ വഴി, അത് BJP-യുടെ വഴി, അനന്തപുരിയുടെ മോചനത്തിന്റെ വഴി. അതിന് ഞങ്ങൾക്ക് എല്ലാവർക്കും താമരയുടെ ആഴത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ജയ് ഭാരത് മാതാ. രാജീവേട്ടനെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് മഹിളാ മോർച്ച മണ്ഡലം ടീം, യുവമോർച്ചയുടെ മണ്ഡലം ടീം, വട്ടിയൂർക്കാവ് ഏരിയ കമ്മിറ്റി